ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരിയർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു പിക്ക് എ കാർഡ് റീഡിംഗ് ആണ്. നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ട്, ബ്ലോക്സ് ഉണ്ട് വെച്ചാൽ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഒരു എന്തെങ്കിലും ഒരു പോസിറ്റീവായി ഔട്ട്കം തരും എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. അപ്പോൾ ഇതൊരു പിക്ക് എ കാർഡ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഈ 3 കാർഡ്സിൽ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യാം. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ 3 കാർഡ്സ് എന്താ പറയണമെന്ന് നോക്കിയിട്ട് അത് നിങ്ങളുടെ സിറ്റുവേഷനെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സേജ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. ഇവിടെ ഞാൻ 3 കാർഡ്സ് എടുത്തിരിക്കണു. ഇത് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ കാർഡ് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ മെസ്സേജസ് വരണേന്ന്. പക്ഷെ അതിൻ്റെ മുമ്പേ നിങ്ങൾ ഇതുവരെ ഈ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ആൻഡ് നിങ്ങൾ ഏത് കാർഡാണ് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ, ഏതാണ് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ അത് കമൻറ്റ് ചെയ്ത് പറയുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാർഡ് നമ്മൾക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ ഇവിടെ 8 ഓഫ് സോഡ്സ് ആണ് ആദ്യത്തെ കാർഡ്. അപ്പോൾ 8 ഓഫ് സോഡ്സ് ഒരു സ്റ്റാഗ്നേഷൻ്റെ എനർജിയാണ്. ഈ സമയത്ത് നിങ്ങൾ സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചാൽ ഈ റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഈ കാർഡ് നിങ്ങളുടെ എനർജിയാണ് കാണിക്കണത്. കുറേ ഒരു സ്റ്റാഗ്നേഷൻ, നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ ചെയ്യേണ്ടതെന്ന്, എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്ന്. ഒരു സൊല്യൂഷനും നിങ്ങൾക്ക് കിട്ടില്ല, മനസ്സിൽ ഒരു ഓപ്ഷൻ ഇല്ലാത്ത മാതിരി, എന്താ ചെയ്യേണ്ടത് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ വെച്ചാൽ നമ്മൾക്ക് നോക്കാം എന്താണ് ഇവിടെ ഈ ബ്ലോക്കിൻ്റെ കാരണം. 8 ഓഫ് സോഡ്സ്, അപ്പോൾ 4 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയണത് എന്താ വെച്ചാൽ, നിങ്ങളുടെ ഈ സിറ്റുവേഷൻ്റെ കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ, ബട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സൊല്യൂഷനും ഉണ്ട്. ആക്ച്വലി നിങ്ങളുടെ അടുത്തേക്ക് ഈ പിമ്പാത്തിനൊരു പേഴ്സൺ ഒരു കപ്പ് കൊണ്ടുവന്നിരിക്കണു. അപ്പം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ കുറേ ഫോക്കസ് ചെയ്തിട്ട് അത് ഒട്ടും നടക്കണില്ല, എന്താ ചെയ്യണ്ടേ അതിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യണത്. പക്ഷേ പിമ്പാത്തെന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങൾ കാണാത്ത ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അതല്ല വെച്ചാൽ ഓൾറെഡി വന്നിരിക്കണു, പക്ഷേ നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യണില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവണില്ല അത് നിങ്ങളുടെ ലൈഫിൽ ആക്ച്വലി ആ ഓപ്പർച്യൂണിറ്റിയിൽ വെച്ച് സൊല്യൂഷൻ ഓൾറെഡി ഉണ്ടെന്ന്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരണത് ഒട്ടും കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഹെൽപ്ലെസ് ആയി തോന്നുന്നു. ബട്ട് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ആ ഓപ്പർച്യൂണിറ്റിയിൽ വെച്ച് ഒരു സൊല്യൂഷൻ വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീനെ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ഇല്ല വെച്ചാൽ ഈ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ അതിൽ അത്ര ശ്രദ്ധിക്കാണ്ട് അത് മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാമെന്നാണ് യൂണിവേഴ്സ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കാനുള്ളതേ ഉള്ളൂ. ഈ സൊല്യൂഷൻ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു ഇമെയിലിൽ ഇല്ല വെച്ചാൽ ഏതോ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു ഹെൽപ്പിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ അതിനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇല്ല വെച്ചാൽ എന്തെങ്കിലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഓൾറെഡി നിങ്ങളുടെ ലൈഫിലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കണ്ണ് തുറന്ന് നോക്കിയാൽ അത് മനസ്സിലാവും, അത് ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ യൂസ് ചെയ്താൽ ഈ സിറ്റുവേഷനിൽ ഒരു മാറ്റം എനിക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ആദ്യം തിരിച്ച് എല്ലാം പറഞ്ഞാൽ ലാസ്റ്റ് 5 ഡേയ്സ് ഇല്ല വെച്ചാൽ ലാസ്റ്റ് 10 ഡേയ്സിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഫോൺ കോളോ ഇല്ല വെച്ചാൽ നിങ്ങൾ എന്തോ ഒരു കോൾ മിസ് ചെയ്തിട്ടുണ്ടാവും. ഇല്ല വെച്ചാൽ ചില മെയിൽസൊക്കെ സ്പാം മെയിലിൽ പോവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക, ഓർത്ത് നോക്കുക എവിടെയാണ് ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കണമെന്ന്. ചിലപ്പോൾ ആ സൊല്യൂഷൻ ആയിരിക്കും നിങ്ങളുടെ ഈ സിറ്റുവേഷൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ടെമ്പറൻസ് എനർജിയാണ്. അപ്പോൾ ഔട്ട്കമ്മിൽ ഞാൻ ബാലൻസ് ആണ് കാണുന്നത്. യൂണിവേഴ്സ് ആദ്യം നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ,
പാനിക് ചെയ്യരുത്. ഈ സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവും. ഒന്നുമില്ല വെച്ചാൽ നിങ്ങൾക്ക് ഒരു മെൻറ്റോർ ഇല്ല വെച്ചാൽ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുത്തിട്ട് ഈ സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു ഈ സിറ്റുവേഷനിൽ മാറ്റാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ കാണുന്നത് ഈ സിറ്റുവേഷനിൽ ഒരു വലിയ മാറ്റം എന്തായാലും വരാൻ പോകുന്നുണ്ട്. എന്തോ ഒരു എൻഡിങ്ങും ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കണ ഓപ്പർച്യൂണിറ്റി അതിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചർ? അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് വാൻസ് ആണ്. അപ്പോൾ കുറച്ചൊരു അൺസ്റ്റേബിൾ എനർജീസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ കുറേ സക്സസിൻ്റെ എനർജിയും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ തൽക്കാലം നിങ്ങൾ കുറേ ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യുന്നുണ്ടാവും, ഒരു വഴിയില്ല എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ ശരിക്കും നിങ്ങൾ കണ്ണ് തുറന്ന് നോക്കിയാൽ എവിടെയോ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നുണ്ട്. അത് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാണ്ടാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അത് ഈ ഓപ്പർച്യൂണിറ്റി എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു റിയലൈസേഷൻ ഇതുവരെ വന്നിട്ടില്ല. അതാണ്. പക്ഷേ നിങ്ങൾ ഒരു കൂൾ മൈൻഡിൽ കാര്യങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ എന്തോ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഓൾറെഡി യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. ആ സൊല്യൂഷൻ നിങ്ങൾ യൂസ് ചെയ്താൽ ഇവിടെ ഞാൻ സക്സസ് ആണ് കാണുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കാർഡ് നമ്പർ 2 അതിൻ്റെ ഔട്ട്കം അല്ല, അതിൻ്റെ സിറ്റുവേഷനിൽ ഞാൻ കാണുന്നത്, കറൻറ്റ് സിറ്റുവേഷനിൽ കാണുന്നത് ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ ജോലി ഇല്ലെങ്കിൽ ഒരു പുതിയ ഓഫറുടെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ കാർഡ് നമ്പർ 2 ആണ് ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ഓഫർ നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ വരാൻ പോണ ഓഫറാണിത്. ഇതൊരു ഒരു ജോലിയുടെ ഓഫറായിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി, അതല്ല ഒരു ക്രിയേറ്റീവ് ജോബ്, ക്രിയേറ്റീവ് പ്രോജക്റ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഓഫർ വരാൻ പോകുന്നുണ്ട്. ഞാൻ കാണുന്നത് ഇവിടെ ഇതൊരു കുറേ സ്റ്റേബിൾ ഓഫറാണ്. മേ ബി ചിലവർക്ക് ഇത് അത്ര ഒരു വലിയ ഓഫറായി തോന്നില്ല. മേ ബി ഒരു ചെറിയ ഓഫറായിരിക്കും. ഫിനാൻഷ്യലി അത് അത്ര നിങ്ങൾക്ക് ഒരു സാലറി ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കുറേ സ്റ്റേബിൾ ഓപ്പർച്യൂണിറ്റിയാണ് ഇത് വരണത്. 6 ഓഫ് കപ്സ് ഇത് ഏതോ ഒരു പാസ്റ്റിൻ്റെ കണക്ഷനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു അറിയണ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ അടുത്ത് ഈ ഓഫർ കൊണ്ടുവരുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ നിങ്ങൾ മുമ്പേ ജോലി ചെയ്ത സ്ഥലത്ത് അവിടെ നിന്നായിരിക്കും ഈ ഓഫർ വരുന്നുണ്ടാവുക. പക്ഷേ ഇതൊരു നോൺ എനർജിയാണ്. അപ്പോൾ ഒരു അറിയണ പേഴ്സൻ്റെ ത്രൂ ആയിരിക്കാം ഈ പേഴ്സണെ നിങ്ങൾ എവിടെയോ മുമ്പേ നിങ്ങളുടെ ലൈഫിൽ അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഈ പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണു, അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു നോൺ കമ്പനി അവരുടെ ഓഫറായിരിക്കും ഇത്. നിങ്ങൾ ഈ കമ്പനിയുടെ കൂടെ മുമ്പേയും വർക്ക് ചെയ്തിട്ടുണ്ടാവും. 6 സോഡ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഡെഫിനറ്റ്ലി ചില അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്, എസ്പെഷ്യലി ഫിനാൻഷ്യലി. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഇപ്പോൾ വരാൻ പോണ സമയം കുറച്ചുകൂടിയും സ്റ്റേബിളാണ്. ഇപ്പോൾ ചിലവർക്ക് ഇതൊരു ജോലിയുടെ ഓഫർ അല്ല വെച്ചാൽ ബിസിനസ് ഓഫറായിരിക്കാം. പക്ഷേ എന്തായാലും ഇതൊരു ചെറിയ ഓഫറായി തോന്നും. പക്ഷേ ഇതൊരു നോൺ സോഴ്സിൻ്റെ ത്രൂ ആണ് ഈ ക്ലയൻറ്റോ ഇല്ല ഈ പ്രോജക്റ്റ് കിട്ടണത്. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ പോണത് സ്റ്റേബിലിറ്റിയിലേക്കാണ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ വെച്ചാൽ ജോലിയിൽ ഫിനാൻഷ്യൽ കണ്ടീഷൻസിൽ ഒരു സ്റ്റേബിലിറ്റി ഉണ്ടായിരുന്നില്ല വെച്ചാൽ ഇപ്പോൾ വരാൻ പോണ സമയം കുറച്ചുകൂടി ഒരു സ്റ്റേബിൾ സമയമാണ്. അപ്പോൾ ഔട്ട്കം നിങ്ങൾക്ക് ഇവിടെ പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ പേജ് ഓഫ് കപ്സ് ആദ്യം ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു സൈഡ് ജോബും ആവാം. എന്ന് വെച്ചാൽ ഇതൊരു ക്രിയേറ്റീവ് ഹോബി ടേൺഡ് പ്രൊഫഷൻ, അങ്ങനത്തെ ഒരു ഓഫറും ആവാം. നിങ്ങൾ മേ ബി ഓൾറെഡി വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതൊരു ക്രിയേറ്റീവ് ഓഫറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഹോബിയുടെ റിലേറ്റഡ് ആയ ഒരു ഫിനാൻഷ്യൽ ഓഫറാണ്. അതുകൊണ്ടാണ് ഇവിടെ പേജ് ഓഫ് കപ്സ്. നിങ്ങൾക്ക് അതിൽ ഇമോഷണൽ കണക്ഷനും കൂടി ഉണ്ട്. അതുമാത്രമല്ല ഇവിടെ കുറച്ച് ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതും ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പുതിയ തുടക്കമുണ്ട്, ഒരു ഇഷ്ടപ്പെട്ട ജോലി, ക്രിയേറ്റീവ് ജോലി ഞാനിവിടെ കാണുന്നുണ്ട്. കാർഡ് നമ്പർ 3 ഇവിടെ 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ കുറേ സ്ട്രെസ്ഡ് ആണ്, ടെൻഷൻ കുറേ ഉണ്ട്, രാത്രി ഉറക്കമില്ല. ഇത് കരിയർ റിലേറ്റഡ് എന്തോ സ്ട്രെസ്സാണ്. അപ്പോൾ എന്താണ് ഈ 9 ഓഫ് സോഡ്സ് ഇവിടെ? അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു തീരുമാനം എടുക്കാനുണ്ട്. ആൻഡ് ഈ തീരുമാനം എടുക്കാൻ നിങ്ങൾക്കൊരു ധൈര്യമില്ല. അതല്ല വെച്ചാൽ എന്തോ ഇതിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല. പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഈ കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഒരു
പേടിയുണ്ട് മനസ്സിൽ, ഇത് ഞാൻ ചെയ്താൽ അത് ശരിയാവോ, ഇത് ഞാൻ ചെയ്യണത് ശരിയാണോ. അപ്പോൾ അങ്ങനെ എന്തോ ഒരു എനർജി ഞാൻ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ 7 of Swords എന്താണ് ഇവിടെ? അപ്പോൾ ഇവിടെ നിങ്ങൾ കുറേ ആയി വെയിറ്റ് ചെയ്യണു. ഓക്കെ, എന്തോ ഒരു തീരുമാനം എടുക്കാൻ വെയിറ്റ് ചെയ്യാണ്. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ അഗൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളുടെ കലീഗ് ആവാം, നിങ്ങളുടെ ബോസ് ആവാം. ഈ പേഴ്സൺ നിങ്ങളുടെ അഗൻസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. ഈ കാര്യം നിങ്ങൾക്ക് അറിയുണ്ടായിരുന്നു, പക്ഷെ അതൊരു ആക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു പറഞ്ഞാൽ മനസ്സിലൊരു മനസ്സ് അതിന് തയ്യാറായിരുന്നില്ല അത് ആക്സെപ്റ്റ് ചെയ്യാൻ. എന്താ വെച്ചാൽ ഇതൊരു ക്ലോസ് ഫ്രണ്ട് ആവാം, ക്ലോസ് കലീഗ് ആവാം. പക്ഷെ എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങൾ ആ ഒരു റിയലൈസേഷൻ വന്നിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ആ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ അത് വിചാരിച്ചിട്ടാണ് ഇത്രയും സ്ട്രെസ് എടുക്കണത്. എന്താ വെച്ചാൽ ഇപ്പോൾ എന്താ വേണ്ടത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യണു. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യണു ശരിയായ സമയത്തിന് വേണ്ടിയിട്ട്. ഞാനിവിടെ കാണുന്നത് എന്തോ ഒരു സെലിബ്രേഷനാണ് വരാൻ പോണത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. എന്തോ ഒരു സെലിബ്രേഷൻ്റെ എനർജി ഞാൻ കാണുന്നുണ്ട്. കുറച്ച് റെസ്റ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്, അഡ്വൈസായിട്ട് തരണത്. എന്താ വെച്ചാൽ ഈ സമയത്ത് മേ ബി നിങ്ങൾക്ക് അങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടുന്നുണ്ടാവില്ല, അല്ലെ ഇതിന് ഈ സിറ്റുവേഷനിൽ എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല. യൂണിവേഴ്സ് നിങ്ങളോട് കുറച്ച് മെൻ്റലി ഫ്രീ ആവാനാണ് പറയണത്. എന്താ വെച്ചാൽ നിങ്ങൾ കുറേ സ്ട്രെസ് എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു വെക്കേഷന് പോവുക, ഒരു ബ്രേക്ക് എടുക്കുക. ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സൊല്യൂഷൻ വരും. ഓക്കെ, നിങ്ങൾക്ക് ഇത്ര സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഔട്ട്കം ഇവിടെ കുറേ പോസിറ്റീവാണ്. ഏസ് ഓഫ് വോൺസ്, ഞാനൊരു പുതിയ തുടക്കമാണ് കാണുന്നത് ഇവിടെ. അപ്പോൾ നിങ്ങളുടെ എന്താ സ്ട്രെസ് ഇല്ല വെച്ചാൽ അതൊരു ടെമ്പററി സിറ്റുവേഷനാണ്. ഓക്കെ, നിങ്ങൾ ഇതിനെ ഈസിലി നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾക്ക് ഓറക്കിൾ മെസ്സേജസ് എടുക്കാം, എല്ലാം 3 സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ സിറ്റുവേഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ സ്റ്റക്കാണ്, ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യണു. അതിന് വേണ്ടിയിട്ട് എന്താണ് നിങ്ങളുടെ മെസ്സേജ്? ഇവിടെ യൂണിവേഴ്സ് പറയണത് യെസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് അത് കൺഫേം ചെയ്യണു. യൂണിവേഴ്സ് യെസ് എന്ന് പറയണു. നിങ്ങൾ സെക്കൻഡ് സിറ്റുവേഷനിലാണ് വെച്ചാൽ രണ്ടാമത്തെ സിറ്റുവേഷന് വേണ്ടിയിട്ട് ഇൻ ദ നിയർ ഫ്യൂച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ എന്തോ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ഓഫർ വരാൻ പോകുന്നുണ്ട്. അത് മേ ബി ഇൻ ദ നിയർ ഫ്യൂച്ചർ വരാൻ പോവാണ് ഓഫർ ആയിരിക്കാം. ആൻഡ് തേർഡ് സിറ്റുവേഷൻ നിങ്ങളുടെ ആണ് വെച്ചാൽ ഇവിടെ മെസ്സേജ് വന്നിരിക്കണേ ബിഗ് ഹാപ്പി ചേഞ്ചസ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ ഔട്ട്കം കുറേ പോസിറ്റീവാണ്. ഇവിടെ യൂണിവേഴ്സ് കൺഫേം ചെയ്യണത് ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരിയർ റീഡിംഗ്. ഏത് സിറ്റുവേഷനാണ് നിങ്ങൾക്ക് മാച്ച് ചെയ്ത് വെച്ചാൽ അത് കമൻസിൽ എഴുതി പറയുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ബട്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് കരിയറിന് വേണ്ടിയിട്ട് ചെയ്യണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ എൻ്റെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരു ക്ലാരിറ്റി കിട്ടും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എന്താണ് എക്സാക്ട് സിറ്റുവേഷൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനർജി എനിക്ക് പറയാൻ പറ്റും. ടെൻഷൻ ഉണ്ട്, സ്ട്രെസ് ഉണ്ട്, അതൊക്കെ എനർജിയാണ്. പക്ഷേ സിറ്റുവേഷൻ നിങ്ങളുടെ എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.